ഈ സമയം വരെയും ജെറുസലം വചനകൂടാരത്തിന്റെ പ്രത്യേകമായ ഫോൺ മിനിസ്ട്രിയിലൂടെ അറിയിച്ചിരിക്കുന്ന സോവിൻ ജോസ് ദുബായിൽ നിന്ന്, ഫ്രാൻസിസ് ദുബായിൽ നിന്ന്, ജോർജ് തോമസ് ഓസ്ട്രേലിയ, അൽഫോൻസമ്മ ദുബായ്, ദീപ ഓസ്ട്രേലിയ, എബിൻ, ഫ്രാങ്ക്ലിൻ എന്നിവർ ഓസ്ട്രേലിയയിൽ നിന്ന് പ്രാർത്ഥനാ സമയത്ത് ഫോൺ വിളിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിയോഗം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബെന്നി, ദീപ്തി ഷൈജു റോം ഇറ്റലി, സിൻഡോ ഖത്തർ, ലിൻഡോ സൗദി, ലിൻഡോ, ഡോളി മനോജ് ഇസ്രായേൽ, മനോജ് ഇസ്രായേൽ, തോമസ് കുവൈറ്റ്, ജെസ്സി സാബു ഓസ്ട്രേലിയ, സെബി ഫ്രാൻസിസ് ഷിക്കാഗോ, ഹിൽഡ അറ്റ്ലാന്റ, സച്ചിത ഷിക്കാഗോ, ബെന്നി കെജെ സൗദി. വിവിധങ്ങളായിരിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് അറിയിച്ചിരിക്കുന്നവരാണ്. സ്വദേശ രാജ്യങ്ങളിൽ ടീന, ജോണി, സ്റ്റെഫി ജോർജ്, ജോബ്, ആഷിഖ്, മിഥുല, സോണി, സെബി, ഷെറിൻ, ശിൽപ, റാഫി, ബോബി, ശോഭ, മിശ്ര, ജോസ്, സരോജിനി, രാമചന്ദ്രൻ, റമീദ, കല്യാൺ, ജോൺസൺ. സ്വദേശത്ത് നിന്ന് വിളിച്ചിരിക്കുന്ന ആളുകളാണ്. അവരുടെ പേരുകൾ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ നിയോഗം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അൾത്താരയിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്. ഹാരിസ്, ഷീല, സരോജിനി, ചിത്ര, അജിത്, സീതാറാം, റഫായി, തോമസ്, കെസിയ, ഭിൻഡോ, ദേവസിക്കുട്ടി, മേരി, ഹെൽമിൻ എന്നീ മക്കൾ പ്രത്യേകമായി പ്രാർത്ഥനാ സഹായത്തെ നിയോഗങ്ങൾ ഇവിടെയുണ്ട്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. തുടർന്ന് വരുന്ന സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി സാക്ഷി നൽകുന്നത് ഗ്രേസ് മരിയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ബിൻസി. ഞാൻ അമ്മാടത്തുനിന്ന് വരുന്നു. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്നെ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് തലയിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ തലയിൽ ചെറിയൊരു ബ്ലോക്ക് ഞരമ്പിലുള്ളതായിട്ട് കണ്ടെത്തി. 3 മാസത്തിന് ശേഷം MRI സ്കാൻ ചെയ്യുമ്പോൾ ബ്ലോക്ക് അവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ജെറുസലേം നാഥനോട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ മാതാവിൻ്റെ വിളക്കിൽ വെളിച്ചെണ്ണ പുരട്ടി കുളിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ കൂടാതെ എൻ്റെ മോളെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നും ജെറുസലേം മെസ്സഞ്ചറിൽ സാക്ഷ്യപ്പെടുത്താമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 മാസം കഴിഞ്ഞ് MRI സ്കാൻ ചെയ്തപ്പോൾ മോളുടെ തലയിലുള്ള ബ്ലോക്ക് ഓപ്പറേഷൻ കൂടാതെ തന്നെ ഈശോ സുഖപ്പെടുത്തി തന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. പ്രിയപ്പെട്ടവരെ, വളരെ ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു കുഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്, ഗ്രേസ് മരിയ. പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് നിശ്ചയിച്ച് കടന്നു വന്ന ഗ്രേസ് മരിയും കുടുംബാംഗങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, നിലവിളിക്കലെ എണ്ണയിൽ നിന്നുള്ള പ്രത്യേകമായിരിക്കുന്ന അതിൻ്റെ പ്രയോഗം, അതുപോലെ തന്നെ തീഷ്ണമായ വിശ്വാസം. ഇതിന്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ തന്നെ തലയിലുണ്ടായിരുന്ന മുഴ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ദൈവം നമ്മുടെ ഇടയിൽ വർദ്ധിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ പ്രവർത്തിക്കുന്നു. വിശ്വസിച്ച് സാക്ഷിയായി തീരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. രക്ഷകനാമത്തിന്, രക്ഷകനാമത്തിന്, രക്ഷകനാമത്തിന്. എന്തൊക്കെ അറിയണം? എന്ത് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു ഒരു മകന്റെ ഓപ്പറേഷൻ കൂടാതെ തന്നെ
ഒരു മുഴ തലയിൽ നിന്ന് അപ്രത്യക്ഷമാകുക, അത് വിശ്വസിക്കുന്ന ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. പേരെന്താണ്? ജെൻസനും ജീവിത പങ്കാളിയും തന്നെ മകളെയും കുടിച്ചുകൊണ്ട് ഈ കൂടാരത്തിൽ വന്ന ധന്യമായ നിമിഷങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. കുടുംബത്തിന് ദൈവം നിലയിലേക്ക് നന്ദി പറയും. ഈശോ അനുഗ്രഹിക്കട്ടെ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്പർശിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയാണത്. നമ്മളത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. സാക്ഷി നൽകുന്നു പ്രദീപ്. ഞാൻ 11 മാസമായി 25 അടി ഹൈറ്റിൽ നിന്ന് വീണിട്ട് എൻ്റെ കാലുമ്മളും കയ്യുമ്മളും കമ്പിയിട്ടുണ്ടായിരുന്നു. പ്രദീപ് ഇപ്പോ ആഴ്ചയില് 6 ദിവസമായി ഞാൻ ധ്യാനം കൂടിയിട്ട്. ഇവിടെ താമസമുള്ള ധ്യാനത്തിൽ കൂടുന്ന പ്രദീപാണ് സാക്ഷ്യം നൽകുന്നത്. ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയപ്പോ കഴിഞ്ഞ മാസം വരെ എനിക്ക് ധൈര്യമായിട്ട് ബലം കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഇന്നലെ അവസാനത്തെ യേശുവിന്റെ പ്രാർത്ഥനയിലാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു വിക്സിന്റെ മണമായിട്ട് കയറി വന്നത്. 2 പ്രാവശ്യം വിക്സിന്റെ മണം വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ യേശു കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഇടത്ത കാല് ബലം കൊടുത്ത് മുട്ടിൻ്റെ മേലെ എൻ്റെ വലത്തെ കാല് ഞാൻ പൊന്തിച്ചു. അങ്ങനെ 5-6 പ്രാവശ്യം ഞാൻ കാലെടുത്ത് പൊന്തിച്ച ശേഷമാണ് എനിക്ക് അത്രയും ബലം കിട്ടിയത്. പ്രദീപിന് എന്തിന്റെ മണം വന്നു? വിക്സിന്റെ മണമാണ്. വിക്സിന്റെ മണം അവിടെ ആരാധന പ്രാർത്ഥന സമയത്ത് വന്നു. ആ സമയത്ത് കാല് പൊക്കാനായിട്ട് പ്രദീപിന് എവിടെയൊക്കെയാണ് മുറിവേറ്റ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെ ഒരു പിന്നെ കാലുമിട്ടുണ്ട്, തൊടയിലിട്ടുണ്ട്. ആ 3 സ്ഥലത്താണ് എനിക്ക് കമ്പി ഇട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്ക് ആ സൗണ്ട് കൺട്രോളിൽ ഞാനൊന്ന് കാണട്ടെ. നല്ല ബലമാണ് എനിക്കിപ്പോ എന്റെ കാലിന് കാണാനുള്ളത്. ഇനിയിപ്പോ നാളെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി ഒന്ന് എക്സ്റേ എടുക്കണം. ഈ കൈമ കൂടാതെ പിന്നെ എവിടെയാ ഇതൊക്കെ? കമ്പിമുള ആള് നിൽക്കുന്നത്, കമ്പി കൊണ്ട് നടക്കാൻ പറ്റാതെ വന്നിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇന്നലെ തന്നെ വിക്സിന്റെ മണം വന്നപ്പോ ഞാൻ കണ്ണ് തുറക്കാണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് പടത്തച്ഛൻ വന്ന് എന്റെ മേത്ത് തട്ടിയിട്ട് കയറ്റി കൊണ്ടുപോയത്. അപ്പൊ ഞാൻ 3 സ്റ്റെപ്പ് ഞാൻ നല്ല ബലത്തോടു കൂടി ചവിട്ടി കയറുക ചെയ്ത യേശുവിന്റെ മുമ്പിലേക്ക്. പ്രിയപ്പെട്ടവരെ, നടക്കാൻ പറ്റാതെ അവിടെ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന പ്രദീപിനെ കാണുന്ന സമയത്ത് അച്ഛൻ ഈശോനോട് പറഞ്ഞു, പോയി തൊടാനായിട്ട് ഒരു നിമിത്തം വേണം. പ്രിയപ്പെട്ടവരെ, നടക്കാൻ പറ്റാതെ ശരീരത്തിന്റെ കാല് 2 ഒടിയാണ്. കൈയിന്റെ മുട്ടുകാലുമ കമ്പിയിട്ടിട്ടുണ്ട്, റിസ്റ്റുമ കമ്പിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വിശ്വാസം വർദ്ധിക്കുന്നത് കാണാൻ ഇടവരികയാണ്. വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് ഈ അത്ഭുതം നടക്കുന്നത്. നടക്കാൻ പറ്റാതിരുന്ന പ്രദീപ് ഇപ്പോൾ സുഖകരമായിട്ട് ഈ ധ്യാനത്തിലൂടെ സുഖകരമായി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒന്ന് നടന്ന് പ്രദീപ്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുതലാണ് കുരുക്കിന്റെ കെട്ടുകളഴിക്കാനുള്ള പ്രാർത്ഥന ഇവിടെ കൊടുത്തു തുടങ്ങിയത്. അത്ഭുതകരമായിരിക്കുന്ന സാക്ഷ്യങ്ങളാണ് താമസോടെ ധ്യാനമതിൽ നടക്കുന്നത്. പലർക്കും ധ്യാനം ശ്രവിക്കുന്നുണ്ട്, അനുഗ്രഹം കിട്ടാതെ പോകുന്ന ചില കെട്ടുകളുള്ളതാണ്. ആ കെട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവർ ഇന്ന് കഴിയുമ്പോൾ വാങ്ങിച്ചു പോകണം. സാക്ഷ്യം നൽകുന്നു ലില്ലി ജോസഫ്. ഞാൻ ഇവിടെ നെല്ലിക്കുന്ന് ഇടവകയിലാണ് എൻ്റെ വീട്, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാരിഷ്. ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നത്. അവൻ താമസിക്കുന്നത് ഡൽഹിയുടെ അടുത്ത് ഗാസിയാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ 2013 ഞാൻ ഇവിടെ വന്ന് അവൻ എന്നെ കാണാൻ വന്നപ്പോൾ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അവന് നല്ല ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. നല്ല മാർക്കോടുകൂടി പാസ്സാവാനും ഒരു ഉജ്ജ്വലമായ ഭാവി കിട്ടുവാനും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചതിലും നന്നായി അവൻ നല്ല മാർക്കോടുകൂടി പാസ്സാവും. അങ്ങനെ 10ാം ക്ലാസ് അവൻ 98.7% പാസ്സായി. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് അത് കഴിഞ്ഞ് അവൻ +2 പാസ്സായി, അതും 95-97%. അത് കഴിഞ്ഞ് അവൻ PMTക്ക് MBBS
എൻട്രൻസ് എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടും അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങളുടെ വിശ്വാസം കൊണ്ടും അവൻ ക്രിസ്ത്യൻ ചിൽഡ്രനിൽ ടോപ്പറായി സിലക്റ്റായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിന്റെ വളർച്ചയാണ് 10ാം ക്ലാസ് മുതൽ ഒരു സഹോദരിയുടെ അമ്മയുടെ പ്രാർത്ഥന ദൈവത്തിന്റെ പക്കലേക്ക് ഉയർന്നു. എൻ്റെ കയ്യിൽ ചെറിയ ഒരു സമ്മാനമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട, അവന്റെ പേരെന്തെന്നായിരുന്നു? വിശാൽ വർഗീസ് എന്ന പേര്. അവനിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, അമ്മ ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇന്ന് ടോപ്പായിട്ട് അവൻ പാസ്സായി. കുട്ടികളുടെ ഇടയിൽ നമ്മൾ കാണാറുണ്ടല്ലോ, ധാരാളം നക്ഷത്രങ്ങളുണ്ട്, എങ്കിലും നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ നക്ഷത്രങ്ങളുടെ നക്ഷത്രമായിട്ടാണ് സൂര്യൻ ശോഭിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പ്രാർത്ഥന, ചിലപ്പോൾ ഒരു അച്ഛൻ്റെ പ്രാർത്ഥന, ഒരു അമ്മയുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഈ വരുന്ന ജനുവരി 23-ാം തീയതി SLC +2 കുട്ടികളുടെ പഠന പരീക്ഷാ വിജയത്തിന്റെ പ്രാർത്ഥനയാണ്. അമ്മമാരെ, കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കാം, അവരെ കർത്താവിന് സമർപ്പിച്ചാൽ ഉന്നതമായ വിജയം തരുമെന്ന് ഒരിക്കൽ കൂടി ഇതവിടെ സാക്ഷ്യത്തോടെ കേൾക്കുകയാണ്. നമുക്ക് ലില്ലി ജോസഫിനോട്, പ്രത്യേകമായി വിശാൽ വർഗീസിനോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാ കുട്ടികൾക്കും ഉന്നതമായ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് അവൻ ഫോൺ ചെയ്ത് പറയും, അമ്മച്ചി എൻ്റെ പരീക്ഷ 10:10 തുടങ്ങും, 1:30 അവസാനിക്കും. അമ്മച്ചി അപ്പച്ചനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പേരക്കുട്ടിയാണ്. ഞങ്ങൾ രണ്ടാളും ആ സമയം തൊട്ട് പ്രാർത്ഥിക്കും. പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉടനെ വിളിച്ച് പറയും, പേപ്പർ നന്നായിരിക്കണു അമ്മച്ചി, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കുട്ടികൾ പരീക്ഷയിൽ പോയി കഴിഞ്ഞാൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ അനുവദിച്ചത്. കുട്ടികളെ പരീക്ഷയ്ക്ക് വിടുന്നു, ധ്യാനത്തിലേക്ക് വിടുന്നു, പിന്നെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല വിചാരിച്ചത്. അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ധ്യാന ദിവസം, കുട്ടികളുടെ പരീക്ഷാ ദിവസങ്ങളിൽ എല്ലാ ദിവസവും 10 മണി മുതൽ 12 മണി വരെ പരീക്ഷാ സമയത്തോടെ പ്രാർത്ഥനയുണ്ടാകും. കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടു, ജെറൂസലേമിലെ പ്രാർത്ഥനാ പഠനത്തിൽ പങ്കെടുത്തു. അതിന്റെ പൂർണ്ണമായി തീരുന്നില്ല. പറഞ്ഞയക്കുന്ന മാതാപിതാക്കന്മാർ, കുട്ടികളുടെ പേരൻസ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്നുകൂടിയാണ് ഇതിന്റെ മെസ്സേജ് കൊണ്ടാണ് ലില്ലി ജോസഫിനെ ഈ വാക്യം അറിയിപ്പിച്ചത്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാൻ നമുക്ക് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മമാരില്ല. കുട്ടികൾക്ക് പറഞ്ഞു വിടുന്നതുകൊണ്ട് മാത്രമായില്ല. ആ അമ്മയുടെ പ്രാർത്ഥന നോക്കിയേൻ, ആ പേരക്കുട്ടി പാസ്സാവുന്ന വിധം നോക്കിയേൻ, ഇന്ന് ടോപ്പാണ്, സ്കോററായി മാറിയിരിക്കുകയാണ്. സാക്ഷി നൽകുന്നു ദിയ മരിയ ജോയ്. എൻ്റെ പേര് ഡോളി, സ്ഥലം എറവ്. ഞാൻ 3 സാക്ഷ്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി ഈ കുഞ്ഞിന് വേണ്ടിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ സെപ്റ്റംബർ 8-ാം തീയതി പകൽ 12:15 ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഈശോ നൽകി അനുഗ്രഹിച്ചു. അടുത്ത പ്രാവശ്യത്തെ ഗിഫ്റ്റ് ചൈൽഡ് ആണല്ലോ സെപ്റ്റംബർ 8-ാം തീയതി. ഓക്കെ. രണ്ടാമതായി ബിടെക് എക്സാം എഴുതിയിട്ട് പാസ്സാവാത്ത എൻ്റെ മകന് വേണ്ടി ഞാൻ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൻ എക്സാം പാസ്സായി, ഈശോ അനുഗ്രഹിച്ചു. മൂന്നാമതായി ഞങ്ങൾക്ക് കടബാധ്യതയിൽ വീട് ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിൽ വന്നു. ഈശോ ഞങ്ങൾക്ക് അതിൽ നിന്നും വിടുതൽ നൽകി ഭവനം തിരിച്ചു നൽകുകയും ചെയ്തു. ഈ മകളുടെ വിവാഹം മാതാവിന്റെ മധ്യസ്ഥാൽ കാനായിലെ കല്യാണം പോലെ വളരെ ഭംഗിയായി നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി ഈശോ അനുഗ്രഹിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശുവേ നന്ദി. യേശുവേ 3 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് നൽകിയ സ്നേഹ സമ്മാനമാണ് ഇപ്പോൾ ആൾത്താരിൽ ഇരിക്കുന്നത്. കൈകളടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. അച്ഛൻ്റെ കൈ പിടിച്ച് അവൾ വലിക്കുന്നുണ്ട്, കൈ പിടിച്ച് ഞെക്കുന്നുണ്ട്. എന്ത് അനുഗ്രഹം പിടിച്ചു വാങ്ങിയതാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തും. പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. പ്രിയപ്പെട്ടവരെ, അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. അതാ ഒരമ്മ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കിട്ടിയ അനുഗ്രഹത്തിന്റെ സമ്മാനമാണ്. ഇത് കാരുണ്യ വർഷമാണ്. ഈ കാരുണ്യ വർഷത്തിൽ ഒരു കുടുംബത്തിന്റെ അപ്പൻ, അമ്മ
ലൂയിജി മാർട്ടിനും സെലിഗുരിന്റെയും തിരുശേഷിപ്പുകൾ ഇവിടെ കൊണ്ടുവരുവാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അത് അനൗൺസ്മെന്റ് നടത്തും. കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കെട്ടുകൾ അഴിക്കാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകമായി ഓർക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. സാക്ഷ്യം നൽകുന്നു നീതു. എന്റെ പേര് നീതു. ഞാൻ ആളൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ സംബന്ധിച്ചു. ഓർമ്മ വെച്ച നാള് തുടങ്ങി എനിക്ക് 24 വർഷമായിട്ട് അലർജിയുടെ ചുമ ഉണ്ട്. ചുമയും ഭയങ്കര വീസിങ് സൗണ്ട് ഒക്കെ ഉണ്ട്. അത് പെയിന്റിന്റെ മണം, അതേപോലെ തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ അങ്ങനെ ആ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ ഞാൻ മരുന്നും കൊണ്ടാണ് വന്നത്. 2 ദിവസം ഞാൻ മരുന്ന് കഴിച്ചു. സൗഖ്യ ശുശ്രൂഷയുടെ ദിവസം അച്ഛൻ പറഞ്ഞു വലിവൊക്കെ ഉള്ള 3 പേരുടെ ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പൊ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആ ദിവസം തുടങ്ങി ഞാൻ ഇതുവരേക്കും മരുന്നൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുകളില്ല. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 24 വർഷക്കാലമായി മരുന്ന് കഴിച്ചുകൊണ്ട് നീതുവാണ് താമസിച്ചുള്ള ധ്യാന മന്ദിരത്തിലൂടെ വീസിംഗ് എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന്, അലർജി സംബന്ധ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നേടിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. സാക്ഷ്യം നൽകുന്നു ഷൈനി. ഞാൻ 2 സാക്ഷിയാണ് പറയണത്. ഒന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ആദ്യം എൻ്റെ അമ്മയുടെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു, നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മുട്ട് മാറ്റി വെക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അമ്മ നിയോഗം വെച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 9 ആഴ്ച നിയോഗം വെച്ചു. 3-ാമത്തെ ആഴ്ച അമ്മയ്ക്ക് മുട്ടുകുത്താനും നടക്കാനും ഒക്കെ സാധിച്ചു. ഇപ്പോൾ വേദനയില്ല, ഒരു കുഴപ്പമില്ല ഇപ്പോൾ അമ്മയ്ക്ക്. രണ്ടാമത് ഞാൻ 2 വർഷം മുമ്പ് ഗൾഫിൽ നേഴ്സിംഗ് ജോലിക്ക് വേണ്ടി പോയി. അത് കുവൈറ്റിൽ ഒരു ഏജൻസി വഴിക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് ഇവിടുന്ന് പറഞ്ഞ ശമ്പളമല്ല തന്നത്, വളരെ കുറച്ച് ശമ്പളം. അപ്പം ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്നാലും ഇത്രയും ശമ്പളം കിട്ടും, ഈ ജോലിക്ക് ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് നാട്ടിൽ തിരിച്ചു പോകണം. അപ്പോൾ അവർ പറഞ്ഞു 3 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾ പോയിക്കോളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കാകെ വിഷമമായി, എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മയെ പട്ടത്തച്ഛനെ പോയി കണ്ടൊന്ന് പറയണം, എനിക്ക് ഈ ശമ്പളത്തിൽ ഇവിടെ നിൽക്കാൻ വയ്യ. അപ്പം അമ്മ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. ഒരു ജനുവരി 2-ാം തീയതിയാണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ടത്. അച്ഛൻ അമ്മയുടെ തലയിൽ കൈവച്ച് പറഞ്ഞു 13-ാം തീയതി അവളോട് ഇങ്ങോട്ട് കയറി പോരാൻ പറയുമെന്ന് പറഞ്ഞു, ജനുവരി. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് 13-ാം തീയതി വരാൻ പറ്റില്ല, പൈസ കൊടുക്കാതെ വിടില്ല എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അത്ഭുതം 13-ാം തീയതി നടന്നു. അവരെന്നോട് പറഞ്ഞു ഒരു പൈസയും തരണ്ട, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു വന്നു. ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു. 3 മാസം ഇവിടെ നിന്നു പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ കൂട്ടുകാരി മുഖേന ഡയറക്റ്റ് വിസ കിട്ടി. ഞാൻ പോയി ഇപ്പം ലീവിന് വന്നതാണ്. യേശുവേ നന്ദി, യേശുവേ. പ്രിയപ്പെട്ടവരെ, കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് ദൈവം ഇടപെടുന്ന വിധം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ആരൊക്കെ ദൈവത്തിൽ ശക്തമായി വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ വരാൻ പറ്റാത്ത കുരുക്കുകൾ അഴിക്കുകയാണ്. പല കുരുക്കുകൾ ഉണ്ട് നമുക്ക്. അച്ഛന്മാര് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ചില കുടുംബങ്ങൾക്ക് കുരുക്കുണ്ട്, ചില ശുശ്രൂഷകൾക്ക് കുരുക്കുണ്ട്, ധ്യാന മന്ദിരത്തിന് കുരുക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് കുരുക്കഴിക്കുന്ന മാതാവിന്റെ ചിത്രം രൂപം പ്രാർത്ഥന നിങ്ങൾക്ക് തന്നത്. എൻ്റെ അപേക്ഷ ഇവിടെ വരാനിരിക്കുന്നവർ, വന്നുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് വേണ്ടി കൂടിയാണ് അവസാനത്തെ വരിയിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കേണ്ടത്. ഷൈനി 2 ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഇവിടെ വന്ന് സാക്ഷ്യം നൽകണം. ഇത് ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവം എവിടെ ഇടപെടുന്നുവോ അവിടെയാണ് ഈ അത്ഭുതം നടക്കുന്നത്. കൈകളടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുക. സാക്ഷ്യം നൽകുന്നു അലീഷ ജോഷി. എൻ്റെ പേര് പ്രിൻസി കുരിയച്ചറന്ന് വരുന്നു. ഈ വർഷങ്ങളായി കിഡ്നി സ്റ്റോണിൻ്റെ അസുഖമുള്ള ആളാണ്. ആ സമയത്താണ് പ്രഗ്നൻ്റ് ആയത്. ഒരു മരുന്നും വേദന വന്നാൽ ചെയ്യാൻ പറ്റില്ല, കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പട്ടത്തച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ തന്ന പ്രാർത്ഥനയാണ് ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുനാഥ എന്നിൽ വന്ന് നിറയണമേ, പൂർണ്ണ സൗഖ്യം അമ്മയ്ക്കും കുഞ്ഞിനും നൽകി അനുഗ്രഹിക്കണമേ. അത് ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചു. പൊക്കിൾ ഇവിടെ നിന്ന് തന്ന വെളിച്ചെണ്ണയും പുരട്ടി പ്രാർത്ഥിച്ചു. ഒരു ആപത്തും കൂടാതെ കുഞ്ഞ് ഞാൻ പ്രസവിച്ചു.
തന്നെയല്ല, ഈ നിമിഷം വരെ കിഡ്നി സ്റ്റോണിന്റെ വേദന എനിക്ക് വന്നിട്ടുമില്ല. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ആങ്ങളയുടെ കുഞ്ഞിന് വേണ്ടിയാണ്. ആങ്ങളയുടെ വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ കുഞ്ഞിനൊപ്പം ഒരു മുഴ യുട്രസിൽ വളർന്നു വന്നു. ഓരോ സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ കുഞ്ഞിൻ്റെ കൂടെ വളർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഒരാപത്തും കൂടാതെ നോർമൽ ഡെലിവറി നടന്നു. 3,450 വെയിറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അലീഷ നിൽക്കണം നോക്കിയാൽ കൈ ഉയർത്തിയടിച്ച് അമ്മയുടെ ഒരു ഗർഭപാത്രത്തിൽ ഒന്ന് രൂപം കൊള്ളുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവൾ ഒരു സിംഹാസനത്തിൽ ഇരിക്കണ പോലെയാണ് ഇരിക്കുന്നത്. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ നമുക്ക് നന്ദി പറയാം. യേശുവിൻ നാമത്തില് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. സാക്ഷ്യം നൽകുന്നു ശ്രീനിവാസൻ. എൻ്റെ പേര് ശ്രീനിവാസൻ. 57 കൊല്ലമായി ഞാൻ പുകവലിക്കാൻ തുടങ്ങിയിട്ട്. എത്ര വർഷം? 57 കൊല്ലമായി ശ്രീനിവാസൻ പുകവലിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തുണ്ടായി? ഇത് മാറ്റണമെന്ന് മനസ്സിനകത്തുണ്ട്. പലവിധ ശബ്ദങ്ങളും ചെയ്തിട്ടുണ്ട്, പല കൂട്ടുകാരായിട്ട് ശബ്ദം ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടി വന്നാൽ അരമണിക്കൂറിൽ കൂടുതൽ എനിക്ക് ഇതിനകത്ത് ഒഴിഞ്ഞു വെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പോലും അറിയാതെ എൻ്റെ ഭാര്യ ധ്യാനം ബുക്ക് ചെയ്തു ഇവിടെ. ഈ കൊല്ലത്തെ ആദ്യത്തെ ധ്യാനം. ഭാര്യ പറഞ്ഞപ്പോഴൊന്നും ഞാൻ അത്ര പെട്ടെന്ന് അങ്ങോട്ട് അനുസരിക്കുന്ന ആളല്ല. എങ്കിലും ഞാൻ ഒന്നും മിണ്ടാതെ കണ്ട് സമ്മതിച്ചു പോകുന്നു. ഇവിടെ കൂടി ധ്യാനം കൂടി ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. ധ്യാനം കൂടിയ ശേഷം ഭാര്യ എവിടെ ഇരിക്കുന്നു? എഴുന്നേറ്റോട്ടെ. അതാണ് ഭാര്യ. അത് ശരി, ഭാര്യയാണ് സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ ഞാൻ വരുമ്പോൾ എൻ്റെ ബാഗിനകത്ത് സിഗരറ്റ് ഉണ്ട്. അച്ഛൻ തലയിൽ കൈവച്ചതിന് ശേഷം പിന്നെ എന്തോ എനിക്ക് അത് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷേ ഇത്രയും ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് എന്തോ അത്ഭുതം. ഞാൻ അതിനോട് നന്ദി പറയുന്ന യേശുവിനോട്. ശ്രീനിവാസന്റെ ശിരസിൽ കൈവച്ച അന്ന് മുതൽ ഇത് വലിക്കാൻ തോന്നിയിട്ടില്ലെന്നുള്ള ഇപ്പോഴും പെട്ടിയിലിരിക്കുന്നുണ്ടോ? അത് ഇപ്പോഴും പെട്ടിയിലിരിക്കുന്നുണ്ട്. ഭാര്യ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവിടെ ചെല്ലുമ്പോൾ പെട്ടി കിട്ടുമ്പോൾ അത് ഒടിച്ച് പോകുന്ന വഴിക്ക് ഒരു തോട്ടിലിട്ട് പോയേക്ക് അവൻ ഒഴുകി പോകട്ടെ കടലിലേക്ക് പോകാനായിട്ട്. ശ്രീനിവാസന് ഇവിടെ വന്നതിന് ശേഷം 57 വർഷക്കാലം വരുന്ന കൂട്ടുകാരനാണ്. ഇതിനകത്ത് പുകവലിക്കുന്നവർ ധാരാളം ഇരിക്കേണ്ടത് എനിക്കറിയാം. ആൾക്കാരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ചിലർ വായൊക്കെ തുറക്കുമ്പോൾ അതിൻ്റെ വായെന്ന് വരുന്ന മണം കൊണ്ട് ഞാൻ ചിലപ്പോൾ അസഹ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞാൻ പ്രാർത്ഥിക്കണം, ദൈവമേ പുകവലിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരന് ഒരു മാറ്റം കൊടുക്കണമേ, അതിനുവേണ്ടി ഞാൻ ഈ സഹോദരന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന്. പക്ഷെ ശ്രീനിവാസിന്റെ അടുത്ത് വന്നപ്പോൾ മണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചില്ല. കയറി ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് 57 വർഷക്കാലത്തെ പുകവലി എന്ന കൂട്ടുകാരനെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടാണ് ശ്രീനിവാസൻ ഇവിടുന്ന് യാത്രയാകുന്നത്. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തിന് നന്ദി പറയാം, ഭാര്യയ്ക്കും നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു പാപ്പച്ചൻ. എൻ്റെ വീട് ചേലക്കര, പേര് പാപ്പച്ചൻ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ 2 മക്കൾക്ക് ഈ തവണ ജോലി കിട്ടിയതിന് ഈശോയോട് നന്ദി പറയാനും ഇവിടെ സാക്ഷ്യം പറയാനുമാണ്. ഈ ഡിസംബറിൽ നടന്ന കൺവെൻഷനിൽ 4 ദിവസവും എല്ലാ ശുശ്രൂഷകളിലും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രധാനമായി എൻ്റെ 2 മക്കൾ ഈ തവണ ബിടെക് പരീക്ഷ കഴിഞ്ഞിരുന്നവർക്ക് ജോലി കിട്ടാനും ഇവിടെ ഈശോയെ മഹത്വപ്പെടുത്തിക്കോളാം, സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് കൂടുകയും പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടുകയും കഴിഞ്ഞ വർഷവും താമസിച്ച് ധ്യാനം കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആൾക്ക് മെസ്സേജ് വന്നു, ഡിസംബർ മാസം 7-ാം തീയതി മൈസൂരിൽ ജോലിക്ക് കയറാൻ പറഞ്ഞ്. അന്ന് തന്നെ മറ്റേ ആളെ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂവിനെ എല്ലാം പറഞ്ഞ് വിളിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇന്നലെ ആള് അവിടെ ജോലിക്ക് കയറി. അതിന് യേശുവിനെ മഹത്വപ്പെടുത്താനാണ് ഞാനിവിടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കൺവെൻഷൻ നാളിൽ 41 ദിവസത്തെ ഉപവാസവും 40 മണിക്കൂർ ആരാധനയുടെ ഫലമായിട്ട്
അനേകം കുടുംബങ്ങളിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. അതിൽ ഒരു കുടുംബമാണ് ഇപ്പോൾ പാപ്പച്ചൻ്റെ കേട്ടത്. അപ്പച്ചന് ഒരേ ഒരു ആഗ്രഹം, മക്കൾക്ക് ജോലി കിട്ടണം, കുടുംബത്തിന്റെ ഈ ദുഃഖത്തെ ഒന്ന് എടുത്തു മാറ്റണം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ആരൊക്കെ ഹൃദയം പൊട്ടി അനുതാപത്തോടെ ആർദ്രതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം മരുളുന്നു. നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന കർത്താവിനെയാണ് ഇവിടെ നമ്മൾ കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് സാക്ഷ്യം നൽകുന്നു രാമകൃഷ്ണൻ. എൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. രാമകൃഷ്ണ ഒന്ന് അടുത്തുനിന്ന് അങ്ങോട്ട്. പീച്ചി അടുത്ത് കാളക്കുന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. 1.5 വർഷക്കാലമായി എനിക്ക് കാല് രണ്ടും സ്വാധീനമില്ലാതെ മാതിരി ഭയങ്കര വേദനയും ഇതായിരുന്നു. നടക്കാൻ പറ്റില്ല. 6 മാസമായിട്ട് ഞാൻ തീരെ കിടപ്പിലായിരുന്നു. പല ചികിത്സകളും ചെയ്തു, ഒരു ഇതില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ധ്യാനം കൂടാൻ വന്നു. അത് കഴിഞ്ഞ് ഞായറും കഴിഞ്ഞ് ചൊവ്വാഴ്ച ഞാൻ എനിക്ക് നടക്കാൻ തുടങ്ങി കുറച്ച്. ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും 50% ഞാൻ നടന്നു, വളരെ സുഖമായിരിക്കുന്നു. തളർവാദം പിടിപെട്ട് കടന്നു വന്നിരിക്കുന്ന രാമകൃഷ്ണനാണ്. 6 മാസത്തിലായിട്ട് നടന്നിട്ടില്ല, നടക്കാൻ പറ്റാത്ത രാമകൃഷ്ണൻ. രാമകൃഷ്ണന്റെ പറയാൻ കുഴപ്പമില്ല അല്ലേ? രാമകൃഷ്ണൻ പറഞ്ഞത്, എൻ്റെ അരയിലുണ്ടായിരുന്ന ഏലസ് പൊട്ടിച്ചപ്പോൾ കർത്താവ് എൻ്റെ കുരുക്കഴിച്ചു, ഞാൻ നടന്നു. അല്ലേ രാമകൃഷ്ണൻ? തീർച്ചയായിട്ടും അതാണ് നടന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടും കൂടി നടക്കരുത്. 2 വള്ളത്തിൽ കൈയിടുമ്പോൾ നടക്കില്ല എന്ന്. നടക്കാത്ത രാമകൃഷ്ണൻ എന്നോടൊപ്പം നടക്കാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ഈ കാലുകൾക്ക് ഒരു തളർച്ചയുമില്ല. കരങ്ങൾ ഉയർത്തിയ രാമകൃഷ്ണൻ. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. അക്രൈസ്തവരായ മക്കളുള്ളിൽ ദൈവത്തിന്റെ ജീവൻ കടന്നു വരുമ്പോൾ ജീവനില്ലാത്ത സെല്ലുകൾക്ക് ജീവൻ ഉണ്ടായതിന്റെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഇന്ന് പ്രത്യേകമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാക്ഷ്യം നൽകുന്നു അഞ്ചു. മൈക്ക് കൂടെ പറയുന്നു. പേടിക്കണ്ട, മൈക്കിന്റെ അടുത്ത് നിന്ന് ധ്യാനത്തിൽ കൂടി അഞ്ചു ആണ് സാക്ഷ്യം പറയുന്നത്. എന്റെ പേര് അഞ്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ 2 മാസമായി കഴിക്കുന്നതൊക്കെ ഛർദിച്ച് പോവാണ്. വെള്ളം വരെ ഛർദിക്കുകയാണ്. എന്ത് കഴിച്ചാലും അവൾ ഛർദിക്കുകയാണ്. അങ്ങനെ ഞാൻ പട്ടത്തച്ഛനെ കാണാൻ വന്നു. പട്ടത്തച്ഛൻ പറഞ്ഞു, യേശുവെ അങ്ങനെ തിരുരത്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്ന് 3 ദിവസം 24 പ്രാവശ്യം എല്ലാം പറഞ്ഞു. വിശുദ്ധാകാത്തമ്മയോട് അഗാത്തമ്മ ആരാണെന്ന് അറിയാലോ? ക്യാൻസർ രോഗത്തിന്റെ പ്രത്യേകമായ മധ്യസ്ഥയാണ്. എന്നിട്ട് അങ്ങനെ ചൊല്ലി അങ്ങനെ താമസിച്ചുള്ള ധ്യാനത്തില് പങ്കെടുത്തപ്പോൾ അഭിഷേകാരാധനയിൽ പട്ടത്തച്ഛൻ പറഞ്ഞ യേശു എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ. വയറ്റിലുണ്ടായിരുന്ന പഴുപ്പ് വയറാണ്ട് ചുങ്ങി, വയറ്റിലുണ്ടായിരുന്ന ക്യാൻസർ രോഗത്തിന് വിടുതൽ നേടി. അവൾ ഭക്ഷണം കഴിച്ചു, ഛർദിയില്ല. ഇന്ന് കർത്താവിന്റെ മുമ്പിൽ അൾത്താരിൽ കയറാൻ ശക്തി കൊടുത്തു. കിടന്നുകൊണ്ട് പ്രാർത്ഥന കൂടിയിരുന്ന അവൾ ഇന്നലെ വൈകിട്ട് അൾത്താരുടെ മുകളിൽ കയറി കർത്താവിനെ മഹത്വപ്പെടുത്തി. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്. രക്ഷകൻ നാമത്തിന്.